എല്ലായിടത്തും കൂട്ടമായാണ് 3 പേർക്ക് വേണ്ടി അണികൾ തെരുവിലിറങ്ങി. നിങ്ങൾ മാത്രം എന്താ ഒറ്റയ്ക്ക്? ഈ എല്ലാവരെയും അച്ചടക്ക നടപടികൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം സാധാരണ പ്രവർത്തകർക്ക് ഇപ്പം KMC ഓഫീസിൽ നിന്ന് AIC നിരീക്ഷകരെ കണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു നടപടി സമരങ്ങൾ ചെയ്താലേ അവർക്ക് ശ്രദ്ധയിൽപ്പെടുത്തത്തുള്ളൂ. ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു. നിങ്ങൾ എവിടെയാണ് വരുന്നത്? ഇത് കോട്ടയം. എന്താ പേര്? എൻ്റെ പേര് ജ്യോതിഷ് കൃഷ്ണ. എന്താണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ സമരമായിട്ട് വരാൻ കാരണം? AIC നിരീക്ഷകരോട് ഇപ്പം സാധാരണ പ്രവർത്തകർ കയറിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നയാളെ ആക്കണം, കേരളത്തിൽ ഇന്നയാളെ ബുദ്ധിമുട്ടിയത് കഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ടാണ്. പക്ഷേ അതാ VD സതീശനല്ലേ ഇപ്പം, പിന്നെ ചെന്നിത്തലയുടെ പേര് ഞങ്ങൾ പറയാൻ കാരണം? അപ്പം കഴിഞ്ഞ പ്രാവശ്യമായിരുന്നത് ആരാ? പക്ഷെ അന്ന് അധികാരത്തിൽ വരാൻ പറ്റിയില്ല പാർട്ടിക്ക്. അതാണ് അവർ മറ്റേ എതിർ വിഭാഗം പറയുന്നത്. എങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ ഇദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് പോലെ തന്നെ പല കാര്യങ്ങളിലും കേരള നിയമസഭയിലും വെളിയിലും. പിന്നെ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പോലും ഇവിടെ വന്നിങ്ങനെ നിൽക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബന്ധമാണ് സാധാരണ പ്രവർത്തകർക്കിടയിലുള്ള ആ ഒരു സ്പന്ദനം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഇതിങ്ങനെ തുടങ്ങിയത്? ഇത് രക്തസാക്ഷി മണ്ഡപത്തിനോട് നടന്നു വരുമായിരുന്നു. എത്ര നേരം നിൽക്കും ഇങ്ങനെ? ഇന്ന് വൈകുന്നേരം വരെ നിൽക്കും ഇവിടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.